ഗൈസ് ഇന്നാണ് ദീപാവലി. ദീപാവലി. അപ്പോൾ നമ്മൾ ദീപാവലി പ്രമാണിച്ച് രാവിലത്തെ പരിപാടി കാപ്പ് കുടിക്കാൻ പോകുന്നു. പിന്നെ പായസം വയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതിനുള്ള സാധനം വാങ്ങണം. പിന്നെ ടമാർ പടക്കം വാങ്ങണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എല്ലാ വീഡിയോയും നമ്മൾ ഇതിലോട്ട് വരും. ഇതാണ് കടയാടി രാഘവൻ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അങ്ങോട്ടുള്ള വിശേഷം എങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കുള്ള ദോശ വന്നിട്ടുണ്ട്, നെയ് റോസ്റ്റ്. ഗൈസ് നമ്മൾ പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എടുത്തില്ലടാ, സാധനം എടുത്തില്ലേ? പഞ്ചസാര ഇട്, 1 കിലോ പഞ്ചസാര ഇട്. നമ്മുടെ പയ്യൻ ഇവിടെ പയ്യനാണ്. വേറെന്താ ഗ്രാമ്പു പട്ട അവിടെ ഇരിക്കണ്ട. ഗ്രാമ്പു മാത്രമായിട്ട് കിട്ടും തോന്നുന്നില്ല. അതെ ഗ്രാമ്പു വന്നിട്ടാ പായസത്തിന്. ഇല്ലെല്ലാം ചെയ്യാതിരിക്കുകയാണ്. അനന്തം പൈസ അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റേ സാധനം വേണ്ട. പാല് പച്ചയെ കുടിക്കാമോ? നമ്മൾ അബിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ദീപാവലിയായിട്ട് അബിന്റെ വീട്ടിൽ എന്തൊക്കെയാണ് പരിപാടി നോക്കാം. അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയയിൽ ഒരു ഷോർട്ട് കട്ട് റോഡ്. ഇതിലേ പോയാൽ നേരെ സരസ്വതി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പോകണം. യെസ്, ഇതിൽ ഈ വഴികൾ എന്തോ ഒരു വെറൈറ്റി ഇല്ലേ കാണാൻ. അത് അബിന്റെ ഏരിയ ആണ്. പക്ഷെ ഇവനെ ഇവിടെ ആർക്കും അറിഞ്ഞൂടെ. അവനെ മതി. പയ്യനാണ്, ഗസ്റ്റ് ആണ്. ഇവനെ എക്സ്ട്രാ സൂക്ഷിച്ച് നോക്കി എല്ലാരും കണ്ടിരിക്കണം. ഏരിയാണിത്. പച്ചേരി ഇട്ടിട്ടുണ്ട്. അടുത്ത് ഇടാനുള്ള സാധനങ്ങളെല്ലാം പറക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു 3 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ പായസം വയ്ക്കാൻ. എളുപ്പമാണ് സംഭവം. നമ്മുടെ പയ്യെ 2 കോവിലെ മെയിൻ പോറ്റിയാണ്. തൃപ്പരപ്പ്, പിന്നെ അളപ്പംകോട് അവിടുത്തെ മെയിൻ ശാന്തിയാണ്. കീശാന്തി മേശാന്തി എല്ലാം. അപ്പുറത്തേക്കണ ഒരു ശാന്തി ഇല്ലാത്ത രാജുവിന് മൊത്തം 5 സഹോദരങ്ങൾ. അച്ഛന് മൊത്തം 5 പിള്ളേര്. അപ്പം ആദ്യത്തെ കൊച്ചിന്റെ പേര് 11, രണ്ടാമത്തെ കൊച്ചിന്റെ പേര് 12, മൂന്നാമത്തെ കൊച്ചിന്റെ പേര് 33, നാലാമത്തെ കൊച്ചിന്റെ പേര് 44, 5ാമത്തെ കൊച്ചിന്റെ പേര് 55. കുഴപ്പമില്ല, അവൻ നമ്മൾ അടുപ്പിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അടുപ്പിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ചറപറാന്ന് തിളയ്ക്കും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അനന്താണന്റെ കുക്കിംഗ് സ്കിൽസ് ആണ്. വളരെ മികച്ച രീതിക്കാണ് ഇവിടെ ഒരു പാൽ പായസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പറയുന്നത് താങ്കളുടെ ടൈപ്പ് ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? ഇല്ല, കോൾഗേറ്റ് ആണ്. നമ്മൾ പടക്കം വാങ്ങാൻ പോയാണ്. നമ്മള് പാറശാല പടക്കം വാങ്ങാൻ പോയാണ്. ഫ്ലിന്റ് ഉണ്ട്, ദിബിൻ, അരുണുണ്ട്, ഷാനുണ്ട്. നമ്മളിവിടെ നമ്മളെ വെച്ചാനാണ് പടക്കം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. എനിക്ക് 50 സബ്സ്ക്രൈബ് ആയതുകൊണ്ട് നമ്മൾ പയ്യന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അനന്തന്റെ പായസം കുടിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുടി തുടങ്ങി. എങ്ങനെയുണ്ടാ? നമ്മൾ അനന്തന്റെ ഡ്രൈവിങ്ങിന്റെ ചെറിയൊരു അവനിപ്പോ ടെസ്റ്റ് ഉള്ളതുകൊണ്ട് അവൻ ഡ്രൈവിംഗ് പഠിക്കുകയാണ്. ഇവിടെ കിടന്ന് ഈ ഗ്രൗണ്ടിൽ കിടന്നു. നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് കുഴിത്തറ ഗ്രൗണ്ടിൽ കിടന്ന് വാവോലി ചന്ത ഒക്കെ നടത്തുന്ന ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഇതാ അനന്തൻ കാറ് ഓട്ടിച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ അബിനുണ്ട്, അവന് നേതൃത്വം വഹിക്കാനായിട്ട്. ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വേറെ ടീം വന്നിട്ടുണ്ട്. ഒന്ന് പോകുന്നു 800. അനന്തോ ഷവർലെറ്റ് താങ്ങി പറഞ്ഞാൽ കൂട്ട ഇടിയാവോ എന്നൊരു ചെറിയ സംശയമുണ്ട്.
മിക്കവാറും കൂട്ടടി ആനന്ദ റൂട്ട് മാറ്റി. ദീപാവലിയായിട്ട് വെടിക്കെട്ട് ചെറിയ സാമ്പിൾ തുടങ്ങിയിട്ടുണ്ട്. ആണ് നമ്മുടെ പൗതിയാവള കോട്ടാവള ഏരിയ. പടക്കം വാങ്ങാൻ പിണ്ടോ പടക്കം വരുന്നുണ്ട്. ആ പ്ലിൻഡനും പടക്കം വാങ്ങാൻ വരുന്നുണ്ട്. നമ്മൾ പടക്കിന്റെ ഫാക്ടറി ശിവദേവ പടക്ക് കട. ഇവിടെ ഫാക്ടറിയും കൂടെയാണ്, ഇവിടെ പടക്കം ഉണ്ടാക്കുന്ന ഒരു കടയും കൂടെയാണ്. നമ്മളിവിടെയാണ് പടക്കം എടുക്കാൻ വന്നിരിക്കുന്നത്. ഗായ്സ്, നമ്മൾ ആദ്യം ഒരു കടയിൽ പോയി, അവിടെ മുടിഞ്ഞ റേറ്റ്. ഇവിടെ അതുക്കും മേലെ ആണെങ്കിൽ നമ്മൾ വാങ്ങും, വേറെ വഴിയില്ല. നമ്മൾ അടുത്ത കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ, ഇനി വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് റേറ്റാണ്. ഇതൊന്നും അല്ല പടക്കം, 2 ചക്കക്കുരു കഴിക്കണം, വെടി പൊട്ടിക്കും. പറഞ്ഞെടുത്ത് വെച്ച് പടക്കങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി എപ്പം പൊട്ടിച്ച് തീരുമെന്നാണ് സംശയം. പയ്യന്മാരെല്ലാതിനുള്ള തയ്യാറെടുപ്പിലാണ്. ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സെ ആസ്വദിക്കൂ ആവോളം. പൊല്യൂഷൻ ഇവന്മാര് പ്രകൃതിക്ക് എതിരാണ്, വൃത്തികെട്ടവന്മാര്. വേറെ ഇല്ലേ പേടാത്. അവസാന പടക്കാണ്. ഗൈസ്, പടക്കമൊക്കെ പൊട്ടിച്ച് തീർന്ന് ഇനി അടുത്ത ജോലി എല്ലാം തൂത്ത് കൂട്ടണം, അല്ലെങ്കിൽ നാളെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. കണ്ടാവൾ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. പിന്നെ അനന്തൻ്റെ പായസവും കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈ, സി യു.